കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ 3 വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമായിരിക്കും നവമിയുടെ തുടർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുക. അമ്മയുടെ മരണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ നവമിയുടെ ചികിത്സയാണ് വീണ്ടും പുനരാരംഭിച്ചത്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് ചികിത്സ തുടങ്ങുന്നത്. ഇന്ന് തന്നെ വിശദമായ പരിശോധനകൾ തുടങ്ങേണ്ടതുള്ളതുകൊണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കാതെയാണ് നവമി രാവിലെ 9 മണിയോടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ആദ്യം അത്യാഹിത വിഭാഗത്തിലെ പ്രാഥമിക പരിശോധനകൾ, പിന്നീട് മെഡിക്കൽ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പ്രത്യേക മുറിയിലേക്ക്. ചികിത്സയ്ക്കായി എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ സർജറിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂറോ സർജറിയുടെ കീഴിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷം ഒരു സർജറി ഡേറ്റ് തീരുമാനിച്ച് സർജറിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ മരിച്ചതിൻ്റെ ആഘാതത്തിലുള്ള നവമിയെ മാനസികമായി ശസ്ത്രക്രിയയ്ക്ക് ഒരുക്കുക എന്നതാണ് ആദ്യ കടമ്പ. ഇതിനായി കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ന്യൂറോ സംബന്ധമായ അസുഖം ബാധിച്ച നവമിക്ക് 2 ശസ്ത്രക്രിയകളാണ് നടത്തേണ്ടത്. പൂർണ്ണമായും സർക്കാർ ചെലവിൽ സൗജന്യമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോട്ടയം.